തിരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബി.ജെ.പിക്ക് അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടി ഘടകങ്ങൾക്ക് അകത്ത് ഉറപ്പായും പൊട്ടലും ചീറ്റലും ഉണ്ടാകുമെന്ന്. അതങ്ങ് യോഗിയുടെ കാര്യം മുതൽ RSSന്റെ കാര്യം വരെ ശരിയായതാണ് താനും. മൂന്നാം മോദി മന്ത്രിസഭയിൽ JP നദ്ദ അംഗമായതോടെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയത് ബി.ജെ.പിയുടെ ദേശീയ കപ്പിത്താൻ ആരാകും എന്നായിരുന്നു. അജിത് പവാർ വിഷയത്തിലും ബി.ജെ.പിയെ പരസ്യമായി വിമർശിച്ച വിഷയത്തിലും ഇടം തിരഞ്ഞു നിൽക്കുന്ന RSSനെ തണുപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് RSSന് കൂടി താല്പര്യമുള്ള ആളെ തിരഞ്ഞെടുക്കുവാനുള്ള തന്ത്രം ബി.ജെ.പി അണിയറയിൽ ഒരുക്കി കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ അടിപതറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ നിന്നും തന്നെ ആളെ എടുക്കാമെന്ന് ബി.ജെ.പി അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൈപിടിച്ചിരുത്തുവാനുള്ള തീരുമാനം തകൃതിയായി നടക്കുന്നുമുണ്ട്. അസാമാന്യമായ നേതൃത്വ പാഠവും സംഘടന ശൈലിയുമാണ് ഫട്നാവിസിൽ കേന്ദ്ര നേതൃത്വം കണ്ട ഗുണം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ബി.ജെ.പിക്ക് ഓരോ കുരുക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കുതിരക്കച്ചവടത്തിന്റെ അങ്ങേത്തലക്കെത്തിയ നേതാക്കന്മാരെ കൊണ്ട് ഗുണമില്ലാത്തതും മഹാരാഷ്ട്രയിലെ ബി.ജെ.പി ഘടകത്തെ പിടിച്ചുലയ്ക്കുന്നു. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആകെയുള്ള 48-ൽ 42 സീറ്റ് ഉണ്ടായിരുന്ന ബി.ജെ.പി 17 സീറ്റിലേക്കാണ് കൂപ്പുകുത്തിയത്. ആ സാഹചര്യം ഇനി ഇല്ലാതിരിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അണുവീട് പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ മെനയാനുള്ള ഫട്നാവിസിന്റെ കഴിവും RSSന്റെ പ്രീതിയും ഒത്തിണക്കി ദേവേന്ദ്ര ഫട്നാവിസ് എന്നൊരു ചോയ്സ് ബി.ജെ.പി എടുക്കാനുള്ള കാരണം. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരെക്കാളും മോദിക്ക് താല്പര്യവും ഫട്നാവിസിനെ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ആഴ്ച ഫട്നാവിസ് കുടുംബസമേതം മോദിയെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനാകും എന്ന തരത്തിൽ പ്രചാരണമുണ്ടായത്. നിലവിൽ മഹാരാഷ്ട്ര ബി.ജെ.പിയിൽ ഫട്നാവിസിനൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കാനുള്ള നേതാക്കൾ ഇല്ലതാനും. വരുന്ന ഒക്ടോബറിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനോടൊപ്പം പുറത്തുവരുന്ന മറ്റൊരു വിവരം, പെട്ടെന്ന് ഫട്നാവിസിനെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആക്കുന്നത് സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് തിരിച്ചടി അയക്കുമെന്ന പാർട്ടി നേതൃത്വത്തിന് ഭയം ഉള്ളതിനാൽ ആദ്യം വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കുമെന്നും ഈ സമയം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല എന്നും അഭ്യൂഹങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ അധ്യക്ഷ പദത്തിലേക്ക് ഉയർത്തുവാനാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ ഇത് തള്ളാനോ കൊള്ളാനോ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ആരും തയ്യാറായിട്ടില്ലതാനും. ഫട്നാവിസ് ദേശീയ അധ്യക്ഷനാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് താഡ്വാരെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടി പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പതിവ് ബി.ജെ.പിക്കില്ല എന്നാണ് ചില നേതാക്കൾ പറയുന്നത്. ശക്തനായ ഒരാൾ നേതൃത്വ സ്ഥാനത്ത് എത്തിയില്ല എങ്കിൽ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ നില പരിങ്ങലിലായേക്കും.